Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് മെയ് അവസാനത്തിലെന്ന സൂചനകൾക്ക് പിന്നാലെ കളം പിടിക്കാൻ ഒരുങ്ങിയ മുന്നണികൾ. അന്തിമ വോട്ടർ പട്ടിക മെയ് 5-നകം പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ AP അനിൽകുമാർ MLAക്കാണ് നിലമ്പൂരിലെ ഏകോപന ചുമതല കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനാണ് പാർട്ടി ഏകോപന ചുമതല നൽകിയിട്ടുള്ളത്. ഓരോ പഞ്ചായത്തുകളുടെയും നിലമ്പൂർ നഗരസഭയുടെയും ചുമതല പ്രധാന നേതാക്കൾക്ക് വൈകാതെ നൽകും. ഇടത് സ്വതന്ത്രനായിരുന്ന PV അൻവർ CPMനെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ചാണ് മുന്നണിയിൽ നിന്ന് പുറത്തുപോയതും പിന്നാലെ MLA സ്ഥാനം രാജിവെച്ചതും. UDF നേതാക്കളിൽ നിന്ന് പോലും നേരിടാത്ത വിധത്തിലുള്ള ആരോപണ ശരങ്ങൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉന്നയിച്ച PV അൻവറിനുള്ള മറുപടി കൂടിയാണ് CPMനെ സംബന്ധിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. UDF വിജയിച്ചാൽ അത് PV അൻവറിന്റെ നേട്ടമായി വ്യാഖ്യാനിക്കപ്പെടും. അത് CPMനുണ്ടാക്കുന്ന പരിക്ക് ചെറുതാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സൽ കൂടിയായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം UDFനും LDFനും ആത്മവിശ്വാസത്തിന്റെ കൂടി പോരാട്ടമാകും. തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്ന BJPക്ക് ഇത് ശക്തി തെളിയിക്കാനുള്ള അവസരവുമാകും. നിലമ്പൂരിൽ കൈപിടിച്ച് മത്സരിക്കാൻ മുൻനിരയിലുള്ളത് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്തും DCC പ്രസിഡന്റ് VS ജോയിയുമാണ്. നറുക്ക് വീണാൽ ആര്യടൻ ഷൌക്കത്തിന്റെ രണ്ടാം മത്സരമായി ഇത് മാറും. DCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനവും യുവത്വവുമാണ് ജോയിയുടെ മുതൽക്കൂട്ട്. സ്ഥാനാർത്ഥിത്വത്തിൽ തർക്കം രൂപപ്പെട്ടാൽ സമവായ സ്ഥാനാർത്ഥിയാവാമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന നേതാക്കളും കോൺഗ്രസിലുണ്ട്. എന്നാൽ ഇതിനുള്ള സാധ്യത വിരളമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ AP അനിൽകുമാറിന് പ്രചാരണ ചുമതല കൈമാറിയതിലൂടെ ഹൈക്കമാൻഡിന്റെ കൃത്യമായ നിലപാട് സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടാകുമെന്ന സന്ദേശം കൂടിയുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം ജില്ലയിൽ വിജയമാണെന്നും അൻവറിന്റെ മലക്കം മറച്ചിലിൽ അത് മാറി ചിന്തിക്കേണ്ട സാഹചര്യമില്ലെന്നും കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി VP അനിൽ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിൽ ഉണ്ടായേക്കാവുന്ന അസ്വാരസ്യങ്ങൾ മുന്നിൽ കണ്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാകും CPMന്റെ പ്രഖ്യാപനം. പാലക്കാട്ടെ സെറിൻ പരീക്ഷണം പോലെയുള്ളവ നിലമ്പൂരിൽ ലഭിച്ചാൽ കടുത്ത പോരാട്ടത്തിനുള്ള വഴി തുറക്കും. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള വിമതന്റെ വരവിന് അത്രത്തോളം സാധ്യത CPM കാണുന്നില്ല. സ്വന്തം വോട്ടുകൊണ്ട് മാത്രം നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ള CPM UDF വോട്ട് ചോർത്തുന്നതിനൊപ്പം ഇരുമുന്നണികളിലുമില്ലാത്ത കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനും ശ്രമിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് 3000-ഓളവും SDPIക്ക് 5000-ഓളവും വോട്ടുകൾ മണ്ഡലത്തിലുണ്ട്. കടുത്ത മത്സരം നടന്നാൽ ഈ വോട്ടുകൾ നിർണായകമാകും. ഷൌക്കത്തിനോട് മമത കുറവാണെങ്കിലും സമീപകാലത്ത് UDFനോട് ചേർന്നുള്ള സമീപനമാണ് വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്നത്. എന്നാൽ SDPI നിലപാട് വ്യക്തമല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ U ഷറഫലിയുടെ പേരും ഉയരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, CPM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൌക്കത്ത്, DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ എന്നിവരുടെ പേരുകളും ഉയരുന്നുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ LDFന് പുറത്തുള്ള വോട്ടുകൾ സമാഹരിക്കുക പ്രയാസകരമാകുമെന്നതാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിൽ നിന്ന് CPMനെ പിന്നോട്ട് വലിക്കുന്നത്. UDFന്റെ വിജയപരാജയങ്ങൾ ആദ്യം അലയടിക്കുക PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലാകും. മികച്ച വിജയം UDF പ്രവേശനം അനായാസമാക്കും. മറിച്ചെങ്കിൽ വഴിയടയും. മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ച PV അൻവറിന് പൂട്ടിടുക എന്നത് CPM അഭിമാന പ്രശ്നമായി കാണുന്നതിനാൽ ഈ തന്ത്രങ്ങളെ മറികടക്കുക അൻവറിന്റെ മുന്നിലെ വലിയ വെല്ലുവിളിയാകും. 2 തവണ MLA ആവുകയും വിവാദ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിടുകയും ചെയ്തിട്ടും ഒരു പാർട്ടി പ്രവർത്തകനെ പോലും കൂടെ കൊണ്ടുപോകാൻ അൻവറിന് കഴിഞ്ഞില്ല. അൻവറിന് മണ്ഡലത്തിൽ പോലും പിന്തുണയില്ലെന്നതിന് ഇത് തെളിവാണെന്നുമുള്ള CPMന്റെ പ്രചാരണത്തിന് മറുപടിയേകാനുള്ള ബാധ്യതയും അൻവറിന്റെ ചുമലിലുണ്ട്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.